ഫസ്റ്റത്തെ വീഡിയോ കേട്ടി നീ ഓർക്കണം. അപ്പോ നമ്മളതിൽ റീവാലുവേഷന്റെ കുറെ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. സത്യാണെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ ഈയിടെയായിട്ട് കുറെ നമ്മുടെ ക്ലാസ്സിലായാലും ഒരുപാട് തെളിവുകൾ അതിന് വന്നു. ഏഹ് ഇപ്പൊ റീവാലുവേഷൻ റിസൾട്ട് കുറച്ച് വന്നു. ഇപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ പറയാം ഫസ്റ്റ്, എന്നിട്ട് നീ നിന്റെ കാര്യം പറയാം. എന്റെ ഒരു കാര്യം തമാശ എന്തെന്ന് വെച്ചാ എനിക്ക് 36 മാർക്കാണ് ഇതില് തെർമോഡൈനാമിക്സ്. ഞാൻ ആൻസർ ഷീറ്റ് എടുത്തില്ല, കാരണം അതിന് 550 രൂപ കൊടുക്കണം. 550 പ്ലസ് 630 കൊടുക്കണം. അതിനുള്ള ഫണ്ടില്ല. സോ ആസ് യൂഷ്വൽ ഞാൻ റീവാലുവേഷൻ കൊടുത്ത് 630 രൂപ കൊടുത്ത് 36 30 ഉണ്ട്. 30 മാത്സ് കോൺഫിഡന്റ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ കൊടുത്തില്ല. അല്ല, കൊടുത്തു, ബട്ട് അതിന് ഞാൻ പറയുന്നു. പക്ഷെ 36 മാർക്ക് തെർമോഡൈനാമിക്സ്, അതിൽ ഞാൻ കോൺഫിഡന്റാ. 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കേ ഉള്ളൂ. ഞാൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവര് റിസൾട്ട് പകുതി ആക്കിയിട്ട് ഇടുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോ 2F റീവാലുവേഷൻ റിസൾട്ടാണ്. 2F 2 തോറ്റു. ആകപ്പടം ഇല്ലാണ്ടേ ആയിപ്പോയി. നീ ഓർക്കണത്, ഇല്ലാണ്ടേ ആയിപ്പോയി. 30 36 30 പോട്ടെ, കിട്ടിയാലും വിചാരിച്ചു കൊടുത്താ. 1060 പോയി. 1060 പോയി. ഞാൻ 30 ഞാൻ ഒപ്പം കൊടുത്തു. പക്ഷെ 36 എന്റെ എല്ലാം ഉണ്ടായിരുന്നത്. അത് പോയപ്പോ എനിക്ക് ആകപ്പാടാ ഇല്ലാണ്ടായി പോയി. ബസ്സിൽ നിന്റെ കേസ് അതെനിക്കറിയാം, പക്ഷെ നീ തന്നെ അത് പറയണം. അത് നേരെ തിരിച്ചുണ്ടായത്. അതായത് 3 സബ്ജക്റ്റ് എനിക്ക് പോയത്, ഒറ്റയടിക്ക് 3 സപ്ലൈ കിട്ടിയത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനില്, പിന്നെ ഇതിലാ മറ്റേ DBMS, ഗ്രാഫ് തിയറി, പിന്നെ ഗ്രാഫ് തിയറി. ഇതില് DBMS കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിൽ രണ്ടും പാസ്സാ, അല്ല ഫെയിലാ. അതായത് ജസ്റ്റ് എഡ്ജ് ചെയ്ത്, ഒന്ന് 39, ഒന്ന് 38, പിന്നെ ഒന്ന് 36, ആ ഒരു റേഞ്ചിലാണ് വന്നത്. പിന്നെ ഗ്രാഫ് തിയറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് പഠിച്ച് പറഞ്ഞാൽ 10 ദിവസം ലീവ് കിട്ടിയത്. ആ 10 ദിവസം കുത്തിയിരുന്ന് പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് പറഞ്ഞാൽ 22 മാർക്ക്. അപ്പം തന്നെ സംശയിച്ചു തുടങ്ങി, എന്താ KTയുടെ വാല്യുവേഷൻ ഒന്നും ഇങ്ങനെ. അത് ബാക്കിയുള്ള ഏത് സബ്ജക്റ്റ് ഫെയിൽ ആയാലും കുഴപ്പമില്ല, കാരണം അത് എഴുതിയില്ലാന്ന് വിചാരിക്കും. പക്ഷേ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാത്സ് എല്ലാ പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യില്ല, ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതിയ പേപ്പറാണ്. അപ്പോൾ 22 മാർക്ക്. ബാക്കി എല്ലാത്തിലും നല്ല മാർക്കുണ്ട്, പക്ഷേ ഇത് മാത്രം മാർക്കില്ല. അപ്പം എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ റീവാലുവേഷൻ കൊടുത്ത് 630 റുപ്യ മൊത്തം 3 റീവാലുവേഷൻ കൊടുത്ത്. എന്നിട്ട് റിസൾട്ട് വരെ കാരണം കുറേ കഴിയും. അതായത് ആ റിസൾട്ട് വരുന്ന സമയം കോമഡിയാ. അതായത് മൂന്നാമത്തെ സപ്ലി, അതായത് ഈ സ്പെഷ്യൽ സപ്ലിയുടെ മൂന്നാമത്തേന്റെ ആ എക്സാമിന് സമയം കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. മൊത്തം നമ്മൾ എഴുതൂലെന്ന് ഉറപ്പിച്ചതിന് ശേഷം റിസൾട്ട് വരുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22 കിട്ടിയ സബ്ജക്റ്റ് 22 മാർക്ക് കിട്ടിയത്. 22 കിട്ടിയത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. ഡബിൾ വാല്യുവേഷൻ എന്നാ പേര് പറയുന്നത്. ഡബിൾ വാല്യുവേഷൻ. 2 ടീച്ചർമാരും, അതും പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, KTയുടെ ഏറ്റവും വലിയ അസിസ്റ്റന്റ് പ്രൊഫസർമാർ നോക്കിയിട്ട് അവർക്ക് പോലും കാണാൻ പറ്റാത്ത സംഭവം മൂന്നാമതൊരാൾ പിന്നെ ഇരുന്ന് നോക്കിയിട്ട് ഈ 2 ആൾക്കാരെയും കൂടി വിലയിരുത്തിയിട്ട് മാർക്ക് ഇടുന്ന സിസ്റ്റം. അത്രയും KTയുടെ വലിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മാർക്ക് 22 മാർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, റീവാലുവേഷൻ കൊടുത്തപ്പോൾ വേറെ ഏതോ ഒരു ടീച്ചർ അല്ല അസിസ്റ്റന്റ് പ്രൊഫസർ നോക്കിയിട്ട് എന്ത് കിട്ടി, എനിക്ക് രണ്ടാമത് നോക്കിയപ്പോൾ B ആണ് കിട്ടിയത്. അതായത് 22 B, ഒറ്റടിക്ക് B. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഈ ആദ്യം നോക്കിയ 2 ടീച്ചർമാർ ഞാൻ റീവാലുവേഷൻ കൊടുത്തില്ല വിചാരിച്ചോ. അപ്പം എനിക്ക് അറിയിച്ച മാർക്കാണ് 22. ഞാൻ ആലോചിച്ച് നോക്കി. എടാ, ഇതിലത്തെ ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് വിചാരിച്ചാൽ, നീ അവിടെ റീവാലുവേഷൻ കൊടുത്തില്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ സബ്ജക്റ്റ് തോറ്റു, റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ പിന്നെ നമുക്ക് ആ ഹാർഡ് വർക്ക് ചെയ്ത് എഴുതാനുള്ളത് ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ആ ഹാർഡ് വർക്കിനെ അവിടെ കാണാണ്ടാണ് അവർ പോകുന്നത്. ഇപ്പൊ നിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നീ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 2 ഡബിൾ വാല്യുവേഷൻ എന്നൊക്കെ അവർ പറയുന്നത്. ഇതിന് എക്സാം ഷീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും സംഭവം ഡബിൾ വാല്യുവേഷന്റെ ഓപ്ഷൻ. അത് ചെയ്തിട്ട് പോലും നിന്നെ തോപ്പിച്ച് 2 ഡബിൾ വാല്യുവേഷൻ ചെയ്തിട്ട് ഞാൻ ആലോചിച്ചു, ഒരു കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ പഠിക്കുക. ഈ സാർമാർ ഇപ്പൊ അടുത്തൊരുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ എന്താണ് പകൽ കൊള്ളയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ആ 2 ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത്. ഇത് അവൻ ബുദ്ധിക്ക് കളിച്ച്, അവൻ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. പൈസ പോകാന്ന് വെച്ചാൽ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞിട്ട് അത്ര 550 600 പേപ്പറും എടുത്ത് മണി പോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇങ്ങനെ എഴുതിയതാണ്, ഇത് അങ്ങനെ എഴുതിയതാണ്, മാർക്കടെ ചോദിച്ചു. അവർക്ക് ഉത്തരമില്ല, കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇടക്കിടക്ക് ഇങ്ങനെ സംഭവങ്ങൾ നടക്കാറുണ്ട്. പലവരും ഇത്രയും വലിയ പൈസ കൊടുത്ത് പലവരും പേപ്പർ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. എങ്ങനെ പോയ നീ ആ ഒരു അവസ്ഥ ആലോചിച്ച ഈ 2 ഞാൻ പറയണേ, റീഫണ്ട് ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി ഇവർ സ്വീകരിക്കണം. അതായത് ഈ റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ, അതായത് 22 B ആണല്ലോ, അത്ര വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. 22 പിന്നെ അത്ര മാർക്കിന് ഡിഫറൻസ് ഉണ്ട്. അത് അത്രയും മാർക്കിന് തന്നില്ല എന്ന് പറയുമ്പോൾ
ആ ടീച്ചർ ആ ഫസ്റ്റത്തെ നോക്കിയ 2 ടീച്ചർമാർ, പിന്നെ അതിന് ശേഷം ഇത് ഡബിൾ വാല്യൂഷൻ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത വേറെ ആളുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ചീഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചീഫ് എന്നൊക്കെ പറയുന്നത്. ഈ 3 ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കുക, അല്ല അവരെന്തെങ്കിലും ബോധവൽക്കരിക്കൽ ചെയ്യുക, ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കേട്ടിട്ടുണ്ട്, അതായത് ഈ നോക്കുന്നവരെ ഫോട്ടോ നമ്പർ സഹിതം റിസൾട്ട് ഒപ്പം അങ്ങ് കൊണ്ടുവരട്ടെ അവര്. കൊണ്ടുവരട്ടെ, ഫോട്ടോ നമ്പർ നമ്മൾ വിളിച്ചു വെക്കട്ടെ, നമ്മൾ വിളിച്ചു സംഭവം അറിയണ്ടേ, സീറ്റ് എടുത്ത് അങ്ങ് പറയാലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് ആ ഏരിയയിൽ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽസും കൊടുക്കണം. ഒരുമാതിരി ഇതാണ്.